എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു ചരിത്രയാത്രയ്ക്ക് പോവുകയാണ്. ഇസ്ലാം എന്ന ലോകത്തെ തന്നെ മാറ്റിമറിച്ച് ഒരു ആശയം രൂപപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ലോകം. അതെങ്ങനെയുള്ളതായിരുന്നു? അവിടുത്തെ ആളുകൾ, അവരുടെ ജീവിതം, നമുക്കതൊന്ന് അടുത്തു കാണാം. റെഡിയല്ലേ? എന്നാൽ തുടങ്ങാം. അപ്പോ ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയെക്കുറിച്ചുള്ള ഈ യാത്രയില് നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മള് ആ നാടിന്റെ ഭൂമിശാസ്ത്രമൊന്ന് മനസ്സിലാക്കും. പിന്നെ അവിടുത്തെ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കും. ശേഷം ജാഹിലിയ എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും നമ്മളെ അതിശയിപ്പിക്കുന്ന അവരുടെ കവിതാ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കും. ഒടുവിൽ ഈ കഥയുടെ എല്ലാം കേന്ദ്രബിന്ദുവായ മക്കയിൽ നമ്മളെത്തും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഏതൊരു ജനതയെക്കുറിച്ചും പഠിക്കുമ്പോൾ അവര് ജീവിച്ച മണ്ണിനെക്കുറിച്ച് അറിയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ആ ഭൂപ്രകൃതിയാണ് അവരുടെ സ്വഭാവത്തെയും ചരിത്രത്തെയും ഒരു പരിധിവരെ രൂപപ്പെടുത്തിയത്. ഈയൊരു ചോദ്യം മനസ്സിൽ വെച്ചോണം. ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ച അത്രയും ശക്തമായ ഒരാശയത്തിന് ജന്മം നൽകാൻ പാകത്തിന് ആ ലോകം എങ്ങനെയുള്ളതായിരുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. അപ്പോ ജസീറത്തുൽ അറബ് അഥവാ അറേബ്യൻ ഉപദ്വീപ്. പേര് പോലെ തന്നെ ഇതൊരു ദ്വീപാണ്, അറബികരുടെ ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ് കേട്ടോ ഇത്. 3 വശവും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് പുറം ലോകത്ത് നിന്ന് ഒരു പരിധിവരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ഭൂപ്രദേശം. നോക്കൂ, ഈ അതിർത്തികൾ ശരിക്കും ഒരു നാച്ചുറൽ കോട്ട പോലെയാണല്ലേ. ഒരു വശത്ത് വിശാലമായ കടൽ, മറുവശത്ത് ആർക്കും എളുപ്പം കടന്നുവരാൻ പറ്റാത്ത മരുഭൂമി. ഇതുകൊണ്ട് തന്നെ അവർക്ക് തികച്ചും തനതായ, മറ്റാരുടെയും സ്വാധീനം അധികമില്ലാത്ത ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഈ ഉപദ്വീപിന്റെ ഭൂരിഭാഗവും മരുഭൂമികളാണ്. കൂട്ടത്തിൽ ഏറ്റവും വലുതും ഭീകരവുമായ ഒന്നാണ് റുബ് അൽ ഖാലി. ഈ പേരിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? ഒഴിഞ്ഞ ക്വാർട്ടർ, അല്ലെങ്കിൽ ശൂന്യമായ പ്രദേശം എന്നൊക്കെയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ ജീവിതത്തിന്റെ കാഠിന്യം നമുക്ക് ഊഹിക്കാമല്ലേ? അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: ഇത്രയും കഠിനമായ വെല്ലുവിളികൾ നിറഞ്ഞ ഈ മണ്ണിൽ മനുഷ്യരെങ്ങനെയാണ് ജീവിച്ചത്? അവരുടെ സമൂഹം എങ്ങനെയാണ് നിലനിന്നുപോയത്? നമുക്ക് നോക്കാം. അവിടെ പ്രധാനമായും 2 തരം ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കൂട്ടർ ബദവികൾ, വെള്ളവും മേച്ചിൽപ്പുറങ്ങളും തേടി തങ്ങളുടെ കന്നുകാലികളുമായി മരുഭൂമിയിലൂടെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നാടോടികൾ. അവർ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. രണ്ടാമത്തെ കൂട്ടർ ഹദരികൾ. അവർ മക്ക പോലുള്ള നഗരങ്ങളിൽ സ്ഥിരതാമസമാക്കി കച്ചവടവും കൃഷിയുമൊക്കെയായി ജീവിച്ചു. മരുഭൂമിയിലെ ജീവിതം അതെങ്ങനെ സാധ്യമായി? ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഒട്ടകം. ആളുകളെയും സാധനങ്ങളെയും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല, അതിന്റെ പാൽ, മാംസം, തോല്, എന്തിന് എല്ല് വരെ അവർ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഒട്ടകത്തെ മരുഭൂമിയിലെ കപ്പലെന്നും സ്നേഹത്തോടെ അറബികളുടെ വളർത്തച്ഛനെന്നുമൊക്കെ വിളിക്കുന്നത്. ഒട്ടകം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നായിരുന്നു ഈന്തപ്പന. അവരുടെ പ്രധാന ഭക്ഷണം ഈന്തപ്പഴമായിരുന്നു. അതുമാത്രമല്ല, ഈന്തപ്പനയുടെ എല്ലാ ഭാഗങ്ങളും അവർ പല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ അറേബ്യൻ സസ്യങ്ങളുടെ രാജ്ഞി എന്ന പേര് അതിന് കിട്ടി. ഇനി നമ്മൾ പോകുന്നത് കുറച്ചുകൂടി സങ്കീർണമായ, ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ള ഒരു കാലത്തേക്കാണ്. ചരിത്രകാരന്മാർ ഈ കാലഘട്ടത്തെ ജാഹിലിയ, അതായത് അജ്ഞതയുടെ കാലം എന്ന് വിളിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? നമുക്കൊന്ന് നോക്കാം. അപ്പോ ജാഹിലിയ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുക അറിവില്ലായ്മ എന്നായിരിക്കും, അല്ലേ? എഴുത്തും വായനയൊന്നും അറിയാത്തതുകൊണ്ടാണെന്നും. പക്ഷെ സംഭവം അങ്ങനെയല്ല. മറിച്ച് അക്കാലത്തുണ്ടായിരുന്ന ധാർമ്മികമായ അധപ്പതനം, സാമൂഹികമായ പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെയാണ് ആ വാക്ക് ശരിക്കും സൂചിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിലെ സോഷ്യൽ സിസ്റ്റത്തിന്റെ എൻജിൻ എന്ന് തന്നെ പറയാവുന്നൊരു കാര്യമായിരുന്നു അസഭ്യ. അതായത് സ്വന്തം ഗോത്രത്തോടുള്ള അന്ധമായ കൂറ്. എന്റെ ഗോത്രം ചെയ്യുന്നതാണ് ശരി, മറ്റൊന്നും എനിക്ക് വിഷയമല്ല, ന്യായമോ അന്യായമോ ഒന്നും പ്രശ്നമല്ല, ഗോത്രമാണ് വലുത്. ഈ ഒരു വാചകം കേട്ടാ മതി, അസഭ്യ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. നിന്റെ സഹോദരനെ സഹായിക്കുക, അവൻ അക്രമിയാണെങ്കിലും ഇരയാണെങ്കിലും. അതായത് അവൻ തെറ്റ് ചെയ്താലും ശരി, നീ അവനൊപ്പം നിൽക്കണം. അത്രയ്ക്ക് ശക്തമായിരുന്നു ആ ഗോത്രബന്ധം. ഈ അന്ധമായ ഗോത്രസ്നേഹം കാരണം എന്താണ് സംഭവിച്ചതെന്നോ? തലമുറകൾ നീണ്ടുനിൽക്കുന്ന യുദ്ധങ്ങൾ. ഒന്ന് നോക്കിക്കേ, ഒരൊട്ടകത്തിന്റെ പേരിൽ 40 കൊല്ലം നീണ്ടുനിന്ന യുദ്ധം. അതുപോലെ ഒരു കുതിരപ്പന്ത്യത്തിന്റെ പേരിൽ മറ്റൊരു 40 വർഷത്തെ യുദ്ധം. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ?
ഇനി നമുക്ക് അവരുടെ സമൂഹത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. അവരുടെ സാമൂഹിക രീതികൾ, മതവിശ്വാസങ്ങൾ, പിന്നെ അതിശയകരമായ ഒരു കാര്യമുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾക്കിടയിലും അവർ ലോകോത്തര നിലവാരമുള്ള കവിതകൾ എങ്ങനെ സൃഷ്ടിച്ചു എന്നും നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ സാമൂഹികമായി നോക്കുമ്പോൾ അതൊരു ഇരുണ്ട കാലം തന്നെയായിരുന്നു. സ്ത്രീകൾക്ക് സമൂഹത്തിൽ വളരെ താഴ്ന്ന സ്ഥാനമായിരുന്നു. പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഒരു കുറച്ചിലായി കണ്ട് അവരെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ക്രൂരമായ ആചാരം പോലും ഉണ്ടായിരുന്നു. മദ്യപാനം, ചൂതാട്ടം, അടിമത്തം ഇതെല്ലാം സർവ്വസാധാരണമായിരുന്നു. ഇനി അവരുടെ വിശ്വാസത്തിന്റെ കാര്യം. പ്രധാനമായും വിഗ്രഹാരാധനയായിരുന്നു അവർ പിന്തുടരുന്നത്. അതിന്റെ കേന്ദ്രമായിരുന്നു മക്കയിലെ കാബ. അവിടെ എത്ര വിഗ്രഹങ്ങളുണ്ടായിരുന്നെന്നറിയാമോ? 1 10 അല്ല, 360. ഓരോ ഗോത്രത്തിനും അവരുടേതായ വിഗ്രഹങ്ങൾ. ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പേരുള്ള ദേവതകളായിരുന്നു അവരുടെ പ്രധാന ആരാധനാമൂർത്തികൾ. എന്നാൽ ഈ വിഗ്രഹാരാധന മാത്രമായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത്? അല്ല. അറേബ്യയുടെ പല ഭാഗങ്ങളിലും ഏകദൈവ വിശ്വാസികളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും ജീവിച്ചിരുന്നു. അപ്പോൾ അതൊരു മിക്സ്ഡ് കൾച്ചറായിരുന്നു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഒരു വശത്ത് നിരക്ഷരത, യുദ്ധം, സാമൂഹികമായ പ്രശ്നങ്ങൾ. മറുവശത്തോ ലോകോത്തര നിലവാരമുള്ള കവിത. വാക്കിനെയും ഭാഷയെയും ജീവന് തുല്യം സ്നേഹിച്ചൊരു ജനതയായിരുന്നു അവർ. അത്ഭുതം തോന്നുന്നില്ലേ? അവർ കവിതയ്ക്ക് നൽകിയ ബഹുമാനം എത്ര വലുതായിരുന്നു എന്നറിയാൻ മുഅല്ലഖാത്ത് എന്നതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി. വർഷാവർഷം നടക്കുന്ന സാഹിത്യ മത്സരങ്ങളിൽ വിജയിക്കുന്ന ഏറ്റവും മികച്ച 7 കവിതകൾ സ്വർണം കൊണ്ടെഴുതി അവരുടെ ഏറ്റവും പവിത്രമായ സ്ഥലമായ കാബയുടെ ചുവരുകളിൽ തൂക്കിയിളു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ കഥകളും വന്നു ചേരുന്ന ഒരു പോയിന്റുണ്ട്. ആ കാലഘട്ടത്തിലെ എല്ലാ സംഭവങ്ങളുടെയും കേന്ദ്രബിന്ദു, അറേബ്യൻ ഉപദ്വീപിന്റെ ഹൃദയം എന്ന് വിളിക്കാവുന്ന ആ നഗരം മക്ക. മക്കയ്ക്ക് ഒരു ഡബിൾ റോളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമതായി, കാബ അവിടെയായിരുന്നതുകൊണ്ട് അതൊരു വലിയ മതകേന്ദ്രമായിരുന്നു. വർഷം തോറും ആളുകൾ തീർത്ഥാടനത്തിനായി അവിടെയെത്തി. രണ്ടാമതായി, പ്രധാനപ്പെട്ട കച്ചവട റൂട്ടുകൾ എല്ലാം സംഗമിക്കുന്ന ഒരു വലിയ വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു മക്ക. ഈ മതപരവും സാമ്പത്തികവുമായ അധികാരം കൈയാളിയിരുന്നത് ഖുറൈശി ഗോത്രമായിരുന്നു. അതവരെ അറേബ്യയിലെ ഏറ്റവും ശക്തരാക്കി. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വശത്ത് ഗോത്രങ്ങളുടെ പേരിൽ പരസ്പരം പോരടിക്കുന്നു, മറുവശത്ത് ലോകോത്തര കവിതകൾ എഴുതുന്നു. വിഗ്രഹാരാധനയിൽ മുഴുകി ജീവിക്കുന്ന ഒരു സങ്കീർണമായ സമൂഹം. ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു ജനതയെ, അവരെയെല്ലാം ഒരുമിപ്പിക്കാൻ കഴിവുള്ള എങ്ങനെയുള്ള ഒരു പുതിയ ആശയത്തിനായിരിക്കും സാധിക്കുക? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഭാഗം ഇവിടെ നിർത്തും.